ഹലോ, നമുക്ക് പുട്ടിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ ചെറുപയർ തോരൻ ഒരുപാട് ഇഷ്ടമല്ലേ? അപ്പം നമുക്ക് ഇന്ന് പെട്ടെന്ന് ചെറുപയർ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ. ഒരു കപ്പ് ചെറുപയർ 1-2 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ 2 തോരൻ ഒന്നിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ 2 കപ്പ് ചെറുകിയ തേങ്ങ ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ 10-12 അല്ലി വെളുത്തുള്ളിയും ഒരു 8-10 സമന വലുപ്പമുള്ള പച്ചമുളകും ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ചെറുപയർ എടുക്കുമ്പോൾ ഈ അരപ്പിൻ്റെ നേരെ പകുതി അരപ്പെടുത്താൽ മതിയേ. ഇപ്പം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 2 മണിക്കൂർ കുതിർത്ത് വെച്ച ചെറുപയർ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1-1.25 കപ്പ് വെള്ളവും 1 തണ്ട് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ പിച്ചിയിട്ടിട്ട് 1 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള 2 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമ്മളുടെ പയർ മയമായിട്ട് കുക്ക് ചെയ്തെടുക്കണേ. വെള്ളം വറ്റി കഴിയുമ്പോഴേക്കും ആ പയറിൻ്റെ നടുഭാഗത്തുനിന്നും ആ പയറൊന്ന് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ പകുതി അരപ്പ്, കാരണം ഞാൻ പറഞ്ഞല്ലോ 2 തോരന് ഒന്നിച്ചാണ് അരപ്പെടുത്തിരിക്കുന്നതെന്ന്, അതുകൊണ്ട് അതിന് നേരെ പകുതി അരപ്പ് നടുക്കൂട്ടിട്ടിട്ട് ആ പയർ കൊണ്ട് തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് നമ്മളുടെ പ്രഷർ കുക്കറിൻ്റെ അടുപ്പ് കൊണ്ട് തന്നെ ഒന്ന് അടച്ച് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ആവി കയറുമ്പോഴത്തേക്കും നമ്മളുടെ അരപ്പങ്ങ് വെന്ത് കഴിയും. ഇപ്പോഴത്തെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേറെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് ഒരു 5-8 കൊച്ചുള്ളി കനം കുറച്ച് അരിഞ്ഞതിട്ട് ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും അതിനകത്ത് ഒരു 2-3 വറ്റൽമുളകും 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോഴേക്കും ഈ താളിച്ചത് പയറിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇളക്കാതെ തന്നെ വീണ്ടും ആ പ്രഷർ കുക്കറിൻ്റെ അടുപ്പ് കൊണ്ട് ഒന്നുകൂടൊന്ന് മൂടി കുറച്ച് നേരം ഒന്ന് വെക്കണേ. ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു മണമൊക്കെ ആ ഒരു പയർ തോരനിലോട്ട് ഇറങ്ങിയിട്ട് പിന്നെ വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഉഗ്രൻ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്